ഹലോ, എല്ലാവർക്കും അടുക്കളക്കൂട്ടിലേക്ക് സ്വാഗതം. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ അടുക്കളക്കൂട്ട് ചാനൽ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാവുന്ന അല്ലെങ്കിൽ മെജോറിറ്റി ആൾക്കാർക്കും അറിയാവുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ബിരിയാണിയുടെ കൂടെയും അതുപോലെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കൂട്ടുന്ന സാലഡ്, തൈരൊക്കെ ഒഴിച്ചിട്ടുള്ള സാലഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്കിപ്പോൾ നോക്കാം. ഇവിടെ ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതിൻ്റെ പച്ചക്കറികളുടെ എണ്ണമൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഇപ്പം നിങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പച്ചക്കറികൾ കൂടുതലായിട്ട് തന്നെ എടുക്കേണ്ടി വരും. ഇവിടെ ഇപ്പം ഞാൻ തക്കാളിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. തക്കാളി 2 എണ്ണം എടുത്തിട്ടുണ്ട്. 2 എണ്ണം വളരെ ചെറിയതായിട്ട് മുറിച്ചിടുക. നിങ്ങളിപ്പോൾ കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കുക. അതുപോലെ ഒരു സവാള എടുത്തിട്ടുണ്ട്. സവാളയും അതുപോലെ വളരെ ചെറിയ പീസായിട്ട് മുറിച്ചിടുക. നീളത്തിൽ അരിയരുത്, ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കുക. 2 തക്കാളി, ഒരു വലിയ സവാള. അതിനുശേഷം പച്ചമുളകാണ് അരിഞ്ഞിടുന്നത്. പച്ചമുളക് എരിവിനനുസരിച്ചിടുക. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 2 പച്ചമുളക് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് ഇടാം. അതിപ്പോൾ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ കറിവേപ്പിലയും മുറിച്ചിട്ടാൽ അതിൻ്റെ ഫ്ലേവർ കുറച്ച് കിട്ടും. വെറുതെ ഇട്ടാലും മതി, അതിന് പകരം മുറിച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ. ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കണം എന്നില്ല. എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് അത് മുറിച്ചിടാത്തത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ തൈര്, കട്ട തൈര് ഉണ്ടെങ്കിൽ കട്ട തൈര് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ലൂസായിട്ടുള്ള ഈ തൈര് ചേർത്ത് കൊടുത്താലും മതി. കുറച്ച് പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. നമ്മുടെ സാലഡ് ആക്കാൻ വേണ്ടിയിട്ട് ആകെ ഇത്രയേ പണിയുള്ളൂ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, അതുപോലെ നെയ്ച്ചോറിൻ്റെ കൂടെയും ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള തൈരും തക്കാളിയും ഒക്കെ ചേർത്തിട്ടുള്ള സാലഡാണ് ഇത്. ഈ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്തത്. എല്ലാവർക്കും അറിയുന്നൊരു റെസിപ്പി തന്നെയായിരിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുകയും വേണം. താങ്ക്